ഹലോ, ഇന്ന് നമ്മൾ സബ് ജില്ലാ കലോത്സവ വേദിയിലാണ് നിൽക്കുന്നത്. സ്കൂളിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതിൻ്റെ മുമ്പ് കുറച്ച് ആവശ്യമുള്ള പെൻസിൽ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടാണ് ഞങ്ങൾ കയറിയത്. എനിക്ക് ഓൺ സ്റ്റേജ് ഐറ്റംസാണ്, എൻ്റെ കൂടെ വന്നവർക്ക് ഓഫ് സ്റ്റേജ് ഐറ്റംസുമാണ് ഉണ്ടായിരുന്നത്. ഞങ്ങളങ്ങനെ ഞങ്ങളുടെ സ്റ്റേജൊക്കെ തപ്പിത്തെരഞ്ഞ് നടക്കുകയാണ്. പദ്യം ടീച്ചർ തന്ന പദ്യം ഞാൻ പഠിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ മുമ്പ് 10ാം ക്ലാസ്സിൽ ചൊല്ലിയൊരു പോയാണ് ഇന്ന് ചെല്ലാൻ പോകുന്നത്. അതാണെങ്കിൽ ഒരു കുഞ്ഞു പോയാണ്. എന്താണെന്ന് അറിയില്ല, എന്തായാലും പേര് കൊടുത്ത സ്ഥിതിക്ക് ഇനി പങ്കെടുത്തല്ലേ പറ്റൂ. അതുകൊണ്ട് പങ്കെടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വന്നതാണ്. ഞങ്ങളുടെ ഒന്നും പരിപാടി ആയിട്ടില്ല അല്ലേ? സത്യം. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ വേണ്ടി നിൽക്കുകയാണ് ഇവിടെ ഒരാൾ. അവിടെയും അവൾക്കൊരു പ്രോഗ്രാം ഉണ്ട്, ഇവിടെയും ഒരു പ്രോഗ്രാം ഉണ്ട് അല്ലേ? എൻ്റെ ഹൈസ്കൂളിൽ എന്നെ മലയാളം പഠിപ്പിച്ച ടീച്ചർ, അയ്യോ രജനി ടീച്ചർ. ടീച്ചർ വീഡിയോ ആണ്, വീഡിയോ കോളല്ല, വീഡിയോ ആണ്. അപ്പോൾ ടീച്ചറിനെയൊക്കെ കണ്ട് ഇവിടെ ടീച്ചറോട് സംസാരിച്ചിരിക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ ഇത്തിരി നേരം ഇങ്ങോട്ട് വന്നതാണ്. ഇത് കഴിഞ്ഞിട്ട് എൻ്റെ പരിപാടി ആകുമ്പോഴേക്കും അങ്ങോട്ട് പോയാൽ മതി. പിന്നെ എന്നെ 10ാം ക്ലാസ്സിൽ നിന്ന് ഹിന്ദി പഠിപ്പിച്ച ടീച്ചറുടെ മോളാണ് മായ. ഞങ്ങൾ രണ്ടുപേരും ഒരേ വേദിയിലായതുകൊണ്ട് ഞങ്ങൾ കുറേ സംസാരിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ടീച്ചറുടെ നിന്ന് ഫുഡ് കൂപ്പണൊക്കെ വാങ്ങിച്ചു. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കുറച്ച് അപ്പുറത്തുള്ള വേറൊരു സ്കൂളിലാണ്, ഒരു 100 മീറ്ററോളം നടക്കാനുണ്ട്. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടിയാണ് പോയത്. അവസാനം ഫുഡ് കിട്ടി, ഫുഡ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ ഞാൻ കുറച്ച് കുഞ്ഞു കൂട്ടുകാരെ കണ്ടേ. അപ്പോൾ ഇവരെൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒരാൾ സബ്സ്ക്രൈബറാണ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഭയങ്കര ഹാപ്പിയായി. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരാൾ എൻ്റെ സബ്സ്ക്രൈബറാണെന്ന് എന്നോട് വന്ന് പറയുന്നത്. അപ്പോൾ എന്താ പേര് പറഞ്ഞു? ശ്രീപ്ത. എത്രയിലാണ് പഠിക്കുന്നത്? 4th. ഇയാൾ ദേവിക. ഇവിടെ നിവേദ്യ. അപ്പം എല്ലാവരും ഒരു ഹായ് പറഞ്ഞു വീഡിയോയിൽ. പിന്നെ ഉച്ചയ്ക്ക് ശേഷമായിരുന്നു എൻ്റെ ഐറ്റം ഉണ്ടായിരുന്നത്. ഹിന്ദി പോയായിരുന്നു, അതിന് 2nd A grade ആയിരുന്നു. അപ്പോൾ ഇനി ഹായ് അല്ല, ഇനി ബായ് ആണ്.